ദുബായ് നഗരത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ആദ്യം ഓർമ്മയിലെത്തുന്നത് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള അംബരചുംബിയെയാണ് ബുർജ് ഖലീഫ. നിരവധി പ്രതിസന്ധികളെ അതിജീവിച്ചാണ് ഇത്രയും ഉയരമുള്ള കെട്ടിടം പടുത്തുയർത്തിയത്. മണൽ പ്രദേശമായ ദുബായില് അനേകം നിലകളുള്ള കെട്ടിടത്തിന്റെ സ്ഥിരതയെക്കുറിച്ചുള്ള ആശങ്ക പോലും നിർമ്മാണഘട്ടത്തില് നിലനിന്നിരുന്നു. എന്നാൽ എല്ലാ ആശങ്കകളും പ്രതിബന്ധങ്ങളും ദൂരീകരിച്ച് ബുർജ് ഖലീഫ ആധുനിക ലോകത്ത് അത്ഭുതമായി ഉയർന്നു. ബുർജ് ഖലീഫയുടെ ചിത്രങ്ങളോ വീഡിയോ ദൃശ്യങ്ങളോ കാണുമ്പോൾ ആ സൗധത്തെ നേരിട്ട് കാണാനുള്ള ആഗ്രഹം ഒരിക്കലെങ്കിലും തോന്നാത്തവർ വിരളമായിരിക്കും. അത്ഭുതപ്പെടുത്തുന്ന ഈ അംബരചുംബി നിർമ്മിച്ചതാരാണെന്നറിയാമോ? 2004 ബുർജ് ഖലീഫയുടെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചത്. 5 വർഷക്കാലം കൊണ്ട് കെട്ടിടത്തിന്റെ ബാഹ്യമായുള്ള പണികൾ പൂർത്തിയായി. 828 മീറ്റർ 2716.5 അടി ഉയരമുള്ള കെട്ടിടത്തിന് 163 നിലകളുണ്ട്. 2010 ജനുവരിയില് ബുർജ് ഖലീഫയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നടന്നു. നിരവധി ലോക റെക്കോർഡുകളും ഈ കെട്ടിടത്തിന് സ്വന്തം. ഏറ്റവും ഉയരമുള്ള നിർമ്മിതി, സ്വതന്ത്രമായി നിലയുറപ്പിച്ചിരിക്കുന്ന ഏറ്റവും ഉയരമുള്ള നിർമ്മിതി, ഏറ്റവുമധികം നിലകളുള്ള കെട്ടിടം, പുറം കാഴ്ചകള് വീക്ഷിക്കുന്നതിനായി ഏറ്റവും ഉയരത്തിലുള്ള മേൽത്തട്ട്, ഏറ്റവും ദൈർഘ്യമേറിയ ലിഫ്റ്റ് യാത്ര, ഏറ്റവും ഉയരമുള്ള ലിഫ്റ്റ് യാത്ര തുടങ്ങിയ റെക്കോർഡുകള് ബുർജ് ഖലീഫയ്ക്കുണ്ട്. ബുർജ് ഖലീഫയ്ക്ക് മുമ്പ് ഏറ്റവും ഉയരമുള്ള നിർമ്മിതി എന്ന റെക്കോർഡ് US സംസ്ഥാനമായ നോർത്ത് ഡക്കോട്ടയിലെ ട്രാൻസ്മിഷൻ ടവറിനായിരുന്നു. സ്വതന്ത്രമായി നിലകൊള്ളുന്ന നിർമ്മിതിയുടെ റെക്കോർഡാകട്ടെ ടൊറന്റോയിലെ CN ടവറിനായിരുന്നു. 2004 ബുർജ് ഖലീഫയുടെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചത്. 5 വർഷക്കാലം കൊണ്ട് കെട്ടിടത്തിന്റെ ബാഹ്യമായുള്ള പണികൾ പൂർത്തിയായി. 828 മീറ്റർ 2716.5 അടി ഉയരമുള്ള കെട്ടിടത്തിന് 163 നിലകളുണ്ട്. 2010 ജനുവരിയില് ബുർജ് ഖലീഫയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നടന്നു. നിരവധി ലോക റെക്കോർഡുകളും ഈ കെട്ടിടത്തിന് സ്വന്തം. ഏറ്റവും ഉയരമുള്ള നിർമ്മിതി മുഹമ്മദ് കജൂർ അലപ്പാറിന്റെ ഉടമസ്ഥയിലുള്ള റിയൽ എസ്റ്റേറ്റ് കമ്പനിയായ എമർ പ്രോപ്പർട്ടീസിന്റേതാണ് ബുർജ് ഖലീഫ. അതേസമയം ഈ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ചുമതല ദക്ഷിണ കൊറിയൻ കമ്പനിയായ സാംസങ് C&T, UAEയിലെ ആരബിക്, ബെൽജിയം കമ്പനിയായ ബേസിക്സ് എന്നിവയ്ക്കായിരുന്നു. ദുബായ് മാൾ ഉൾപ്പെടെയുള്ളവയുടെ നിർമ്മാണം നടത്തിയത് എമർ കമ്പനിയായിരുന്നു. പ്രതിവർഷം 15 ദശലക്ഷം ഗാലണ് വെള്ളമാണ് ഈ കെട്ടിട ഭീമൻ ശേഖരിക്കുന്നത്. കെട്ടിടത്തിലെ ചെടികളുടെ ജലസേചനത്തിനായി ഇത് ഉപയോഗപ്പെടുത്തുന്നു. 95 കിലോമീറ്റർ അകലെ നിന്നും ബുർജ് ഖലീഫയുടെ മുനമ്പ് കാണാനാകും.